നമസ്കാരം, നൗഷറാണ്. അപ്പോൾ നമ്മുടെ നൂറ മസ്കാൻ ബിഗ് ബോസ് താരം. അപ്പോൾ ഇവിടെ ഒരു ലൈഫ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബോസിനകത്ത് ലൈഫ് സ്റ്റോറി പറഞ്ഞതിനെ കുറിച്ചുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സ് ഹസ്ബൻഡായിട്ടുള്ള വിഷയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നൂറ അവിടെ സ്റ്റോറി പറഞ്ഞതിനെ കുറിച്ചുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ പയ്യൻ വന്ന് കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുണ്ടായി, ഇതിപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മുടെ ആരുടെ ഭാഗമാണ്, ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാളുടെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇനി ഈ നൂറയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വോയിസോ വീഡിയോസോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും എന്താണ് നൂറയുടെ ഉമ്മായും അതേ കൂട്ടൻ അവരെ ആരോ റിലേറ്റീവ് ആരാണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് എനിക്കറിയില്ല, അതിലെങ്ങനെ കയറാൻ നിനക്ക് ഇപ്പം ഷാക്കിർ ഇതൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ ഷാക്കിറിനെ വിളിച്ചപ്പോ ഷാക്കിർ പറഞ്ഞു, ഞാനാ പറഞ്ഞു, ഞാനാ ചെയ്തു കൊടുത്തത്, അതിനൊരു ഇൻകം വരും, അതിനെ കൊണ്ട് എന്ത് വെച്ചാല് അത് പ്രശ്നമില്ല അമ്മ, അത് വലിയ പ്രശ്നമൊന്നുമില്ല, അതെല്ലാരും ചെയ്യണമാന്നൊക്കെ ഓനാണ് ഇങ്ങോട്ട് പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ ഇവര് ഡൈവോഴ്സിലേക്ക് വന്ന സത്യം തന്നെ പറയാം, ഞങ്ങളെ മുമ്പ് കാലത്താണ് ഇവര് ഡൈവോഴ്സിലേക്ക് വരാൻ തന്നെ കാരണം ഇവക്ക് കുറെ കല്യാണം കഴിഞ്ഞതിൽ ഇവക്ക് കുറെ എന്താ പറയാ കൊളാബറേഷൻ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഇവനിക്ക് പിന്നെ ഇവളെ പിന്നെ വേറെ ആൾക്കാരെയൊക്കെ ഇവളെ വിളിച്ചിട്ട് പിന്നെ പല ബിസിനസ്സിലേക്ക് അതൊക്കെ വിളിക്കുമ്പോ ഇവന് പണിയില്ലാതെ ഇങ്ങനെ ഒരേ കുത്തിരിക്കല്ലേ, എന്താ പബ്ജി കളിച്ചിട്ട് ഇവൻക്ക് അസൂയ. അപ്പൊ ഇവനില്ലേ, ഇവന്റെ ഫ്രണ്ടുകളല്ലാത്തോല് ഇവര് സോഷ്യൽ മീഡിയയിലാകുമ്പോ ഇങ്ങനെ ഒരു വില എല്ലാത്തോര് വിളിക്കുമ്പോ ഇവനക്ക് ദേഷ്യപ്പെടും. സംഭവം അതാണ്. അപ്പൊ എന്തായാലും ഉമ്മ പറഞ്ഞ കേട്ടില്ലേ? ഉമ്മ പറയുന്ന പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ എന്താണ് ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യാനൊക്കെ ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആരാണെന്ന് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാളാണ് പറഞ്ഞതെന്നാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ അതേ കൂടെ ഉമ്മ വേറെ കാര്യമോടെ പറയുന്നുണ്ട്, എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾക്ക് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എന്താണ് പബ്ജിയും കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പാണെന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. പിന്നെ ഒരു ഉമ്മായിക്ക് ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ, ഉമ്മായിക്ക് സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ കുറച്ചൊക്കെ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേറൊരു കാര്യമോട് അറിയാം, എന്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ എന്താ കോളൊക്കെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞത് ആര്, ഈ പയ്യനാണെന്ന് ഉമ്മ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇയാൾ വന്ന് പറയണം, ശരിയാണോ ഇവർ പറയുന്നതെന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊന്നും കശി പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. എന്തായാലും മറ്റൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ഈ ഇവളെ ഇങ്ങനെ, അതായത് നൂറായ മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ വിളിക്കുന്നതൊന്നും ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അതിനെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളൊക്കെയാണ് ഈ ഒരു ഡിവൈസിൽ കലാശിച്ചെന്നൊക്കെയാണ് ഉമ്മ പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയോടെ കേട്ടു നോക്കാം. ഓക്കെ, കല്യാണം കഴിഞ്ഞ പാട് ഉടക്ക് വരുന്നത്. അപ്പൊ ഇവള് വന്നിട്ട് പറയും, അപ്പൊ ഞാൻ ഷാക്കിനെ വിളിച്ചിട്ട് പറയും, മോനെ നിങ്ങൾ രണ്ടാളും ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ നല്ല ഒത്തൊരുമയിൽ പോയിട്ട് സ്നേഹിച്ച് അങ്ങനെ നിങ്ങൾ ജീവിതം മുന്നോട്ട്. കാരണം എന്താ വെച്ചാൽ ഓന്റെ ഉമ്മക്കൊപ്പ് ഇവിടെ ജീവനാ, അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ മോളെ വെച്ചാല് നോറാ ചെറു കഴിഞ്ഞ് വാപ്പ ഇനിയിപ്പൊ ഇവനായിട്ട് കച്ചറ ഉണ്ടായാൽ തന്നെ വാപ്പ പുറത്തൊക്കെ ഇവിടെ കൊണ്ടുപോകും. വാപ്പന്റെ ബിസിനസിന് സാധനം വാങ്ങാനൊക്കെ ഒരു അമ്മോഷം അങ്ങനെ കൊണ്ടുപോകാൻ വരുമ്പോള്. പക്ഷെ ഈ വാപ്പ കൊണ്ടുപോകും, കാരണം വാപ്പ അത്ര കഴിഞ്ഞ ആഴ്ചയിൽ വാപ്പന്റെ അടുത്ത് പോയപ്പോൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. ഓളെ ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടേനു മോളെ അന്ന് ആണ്. അതിപ്പോ എന്ന് കഴിഞ്ഞിട്ട് ശാസ്ത്രി നോക്കാഞ്ഞപ്പോ നമുക്ക് ഒട്ടെടുക്കാൻ കഴിയും. ഷാക്കിറോളും ഒന്നിച്ച് പോവാൻ കഴിഞ്ഞ ഇതാണ് ഇവരിതിന് സംഭവം ഫസ്റ്റ് തന്നെ വരുന്നത്. അത് പിന്നെ വലിയ വലിയ വിഷയമായി ഇവര് കട്ടേനും പൊടിച്ചേനൊക്കെ ഇവന് ഇവിടെ ചീത്തറിയാ വഴക്കറിയാ, ഇവര് അടി ഉണ്ടാക്കുക, പിന്നെ ഇവിടെ അടിക്കുക, പിന്നെ അങ്ങനെ ഇവര് രണ്ടാളും ഈ സോഷ്യൽ മീഡിയന്റെ പ്രശ്നങ്ങളാണ്. കാരണം ഇവർക്ക് ഓരോ കോള് വരുമ്പോ ഇവിടെ നെഗറ്റീവായി പറയുന്നതോ പിന്നെ ഇവർക്ക് ഓരോന്ന് വരുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഇവര് തമ്മില് 2 മാസം നിന്നിട്ടു. അപ്പോൾ അതൊക്കെയാണ് അവർ 2 മാസത്തോളം അവരെന്തായാലും അവരെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. 2 മാസം കഴിയുമ്പോൾ ഇവർ ഡിവോഴ്സായി. പിന്നെ ഈ ഉമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊന്നുമല്ല കേട്ടോ. ഈ ഉമ്മ പറയാന്ന് പറഞ്ഞാൽ അതാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാപ്പായെയും അതേപോലെ തന്നെ ഉമ്മായും ഒക്കെ ഈ പെൺകുട്ടി എന്ന് പറയുന്ന നൂറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ പൊന്നുപോലാണ് ഈ വാപ്പ കൊണ്ടുവരുന്നത്. എന്ത് കാര്യത്തിന് പോയാലും വാപ്പ എന്തും ആ പെൺകുട്ടിക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് ഈ ഉമ്മ എന്ന് പറയുന്നത്, അതായത് ഈ നൂറാട് ഉമ്മ സംസാരിച്ചു വെക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അവിടെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട്. കാര്യം പറഞ്ഞൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആൾ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിവോഴ്സിൻ്റെ സമയം ആയപ്പോഴത്തേക്ക് എന്താണ് ഈ പോലീസിന് പരാതി കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ പെൺകുട്ടി എന്ന് പറയുന്ന, അതായത് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഉമ്മാടെയും വാപ്പാടെയും പേരിലൂടെ
അതായത് അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇത്രയും ഭയങ്കര വൈരാഗ്യമായത്. അതിൻ്റെ പേരിൽ മാത്രമാണ് എന്താണ് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണമെന്ന് ഇയാൾ തീരുമാനിച്ചത്. കാര്യം എൻ്റെ ഉമ്മാടെയും മാപ്പാടെയും പേരിൽ എന്താണ് ഇത്രയും പെറ്റീഷനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഈ ഉമ്മ പറയുന്നതിനകത്ത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കുറവെന്ന് പറഞ്ഞാൽ അവിടാണ് കാര്യം. ഇത്രയും ഇഷ്ടമുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും ഈ പെൺകുട്ടിയെ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി അത്രത്തോളം ഇഷ്ടമായിരുന്നു എങ്കിൽ ഈ പെൺകുട്ടി ഈ എന്താണ് ഡിവോഴ്സിന് കൊടുത്ത പെറ്റീഷനിൽ ഈ വാപ്പായും ഉമ്മായും കൂടി പ്രതി ചേർക്കുമായിരുന്നോ? അതാണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കുറവ് വരുന്നത്. കാര്യം അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളെ എങ്ങനെ എന്താണ് പ്രതി ചേർത്ത് അവർ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആരുടെ ഭാഗം അവിടെ നമുക്കൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയൂടെ കേട്ടു നോക്കാം. ഡൈവോഴ്സിന് ഒരു പ്രാവശ്യം സംസാരിക്കാൻ വന്ന സമയത്ത് ഓൾ അനിയത്തി ബിയ ഉണ്ടല്ലോ, ബിയനെ അങ്ങനെ ഓനി പിടിച്ചുണ്ടി പിടിച്ചുണ്ടി കുട്ടി വാദിമ തട്ടിപ്പോയി. ബിയ എന്റെ ഓളെ ചെറിയ അനിയത്തി നോറന്റെ അനിയത്തിയെ പിടിച്ച് തള്ളിയപ്പോ കുട്ടി വാതിൽമ ചെന്ന് അടിച്ചുപോയി. അപ്പൊ പൊന്നിനോട് ദേഷ്യം, പൊന്നെന്ന് പറയാൻ നോറാട്ടോ. അപ്പൊ പൊന്നിന് ദേഷ്യം വിളിച്ചത്. നിങ്ങൾ നോറാകുമ്പോഴേക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, പറ്റില്ല. നമ്മൾ വീട്ടില് പൊന്നോന്നല്ല വിളിച്ചത്. അപ്പൊ പൊന്നുണ്ടാക്കി അങ്ങോട്ട് അങ്ങോട്ട് ഓളെ ചൂടായോളം നോക്കുമ്പോ ദേഷ്യം കൂടെ കൂടും. അങ്ങനത്തെ ആണുള്ളൂ. അപ്പൊ ഓളെ നല്ല റിയാക്ട് ചെയ്യും. അത് ആരോടാണെന്ന് ഉണ്ടാവും. സംഭവം അതാണ്. ചിലപ്പോഴും അങ്ങനെ സംഭവിച്ചിരിക്കാം. നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ അങ്ങനെ സംഭവിച്ചോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം ഈ നൂറാട് ഉമ്മ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വന്ന സമയത്ത് ഈ ആരാണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാൾ ഈ നൂറാട് അനിയത്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉന്തി തള്ളി ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അത് എത്രത്തോളം ചിലപ്പം സംഭവിച്ചിരിക്കാം, നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം. കാരണം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇനിയിപ്പം ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാളാണെന്ന് വന്ന് പറയേണ്ടത്. കാര്യം ഈ ഉമ്മാടെയും മാപ്പാടെയും പേരിൽ ഈ ഡിവോഴ്സിൻ്റെ സമയത്ത് പെറ്റീഷൻ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു അതായിരുന്നു. കാര്യം അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം ഈ നൂറാട് അനിയത്തിയെ ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇയാൾ പിടിച്ച് തെള്ളി താഴെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് അതിന് ഒരു കേസ് കൊടുക്കാമായിരുന്നു. കാര്യം മറ്റൊന്നുമില്ല. കാര്യം ഈ കുട്ടി എന്ന് പറയുന്നത് മൈനറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു കേസാണ്. അതിൻ്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു കേസ് കൊടുക്കാം. അത് എന്തുകൊണ്ട് ഇവർ അതിനിപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ കൊടുത്ത പെറ്റീഷനകത്ത് അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ചൊന്നും എന്താണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ഇയാൾ പറയുമായിരിക്കും. അതിനെക്കുറിച്ച് എന്തായാലും വന്നിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് എന്താണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കിയോടെ ഒന്ന് കേൾക്കാം. എന്താണ് ഏറ്റവും വലിയ ചട്ടത്തിൽ പറഞ്ഞെന്താ വെച്ചാൽ കല്യാണം ഡൈവോഴ്സ് ഞാൻ തരാം, കല്യാണം കഴിഞ്ഞാൽ ഇന്റെ കൂടെ അല്ല ഡൈവോഴ്സ് കഴിഞ്ഞാൽ ഇന്റെ കൂടെ ഞാൻ വിളിച്ചാ വരണമെന്ന് ഇപ്പം പറഞ്ഞിക്കവളോട്. അത് ഞങ്ങൾ വീട്ടുകാരറിഞ്ഞപ്പോ പിന്നെ ഇവളെ വാപ്പ ഇന്നും അത് ഞാൻ അവന്റെ വാപ്പനെ വിളിക്കാനത് ഇന്നും ഈ നമ്മളെ ഇടയിലുള്ള പ്രശ്നം ഷാക്കിർ എന്നുള്ള വ്യക്തി കയറിയതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം തന്നെ. അവന്റെ ഭാഗം തുറന്ന് കഴിയട്ടെ ഞാൻ കുറച്ചേരം കൂടെ നമ്മളത് തറാവി ഉണ്ടല്ലോ കൂടി കഴിയട്ടെ ഞാൻ വിളിക്കാൻ വേണ്ടി. അവരുമ്മ പറയുന്ന ഒരു കാര്യം കേട്ടോ നിങ്ങൾ. അതായത് ഡിവോഴ്സ് കഴിഞ്ഞാലും ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഇയാളുടെ കൂടെ ചെല്ലണം എന്ന് ഇയാൾ പറഞ്ഞു എന്ന് എങ്ങനെയോ അറിഞ്ഞതാണ് ഉമ്മ പറയുന്നത്. പക്ഷേ നൂറ പറഞ്ഞാണോ അതിന് മറ്റേതെങ്കിലും വഴിയിൽ ഇത് അറിഞ്ഞാണോ അതോ നൂറ ചിലപ്പം ഡയറക്റ്റ് ഉമ്മാർത്ത് പറഞ്ഞാണോ? ചിലപ്പോൾ അറിയാം പറഞ്ഞായിരിക്കും. കാര്യം ആളാണല്ലോ. അന്നേരം എന്തായാലും പേരിൽ അങ്ങനെ ഒരു സംഭവം ചിലപ്പം മോള് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡിവോഴ്സ് കഴിഞ്ഞാലും ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞെന്നാണ് ആര് പറയുന്നത്? ഈ ഉമ്മ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അത് ഇനിയിപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ അടുത്ത വോയിസ് ആയിട്ട് വരുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും ബാക്കിയോട് നമുക്ക് നീ കേട്ട് നോക്കാം. പിന്നെ ഓളെ പിടിച്ചാൽ കിട്ടില്ല, ഓക്ക് കിട്ടാൻ നല്ലൊരു ചുമ്മാ നമ്മൾ പറയല്ല. ഓള് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓള് പോണതും ആക്റ്റീവ് ആണോ നമുക്ക് ഇഷ്ടമല്ല. ചുറ്റി പറയല നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടമല്ല. അത് എത്ര നമ്മൾ അടിച്ചമർത്തിയാലും ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് നിൽക്കണോള്. അതെന്താ വെച്ചാല് ഓളെ രാശി അതാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ ഓളോ ദിവസം 19ാമത്തെ വയസ്സിൽ ഷാക്കിറിനോട് വരെ സെന്റിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. 19ാം വയസ്സിൽ നമ്മൾ ഇവിടെ പാറ എന്താണ് ആ ഹോസ്പിറ്റലിന്റെ പേരല്ല, അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ അവിടെ കൊണ്ട് 19 വയസ്സായിട്ടുള്ളൂ. അന്ന് ആ ഡോക്ടർ 4 മണിക്കൂറിന്റെ പൊന്നിനൊന്നുറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഇന്ന പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ ഓളൊരിക്കലും തടയരുത്.
കാരണം നിങ്ങൾ എത്ര അടിച്ചാലും കുട്ടികൾ നമ്മൾ കുറെ വയറെടുത്തിട്ടും എന്താ വലിയ അടിച്ച് പുതർത്തിക്കും നമ്മള് ഈ ഇൻസ്റ്റഗ്രാമില് ഫോട്ടോ ഇട്ടതിനൊക്കെ. അന്ന് ആ ഡോക്ടർ നമുക്ക് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എത്ര അടിച്ചമർത്തിയാലും ഓള് നിൽക്കൂല. കാരണം ഓളെ രക്തത്തിൽ ഓക്ക് കുറച്ച് എന്താണ് കുറച്ച് പേര് കേൾക്കാനോ നാളെ ഓളം നല്ലൊരു ബ്രില്യന്റ് ആയ ഒരു കുട്ടിയാണ്. ഓളെ നിങ്ങൾ പിടിച്ചു വെക്കാൻ നോക്കരുത്. എന്നോട് അന്നേ പറഞ്ഞിരിക്കുന്നു ഡോക്ടർമാര്. പക്ഷെ നമ്മളോട് അത് പറഞ്ഞിട്ടോ കുറിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, അതായത് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഈ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം അതേ കൂട്ട് തന്നെ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? ഈ പെൺകുട്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അത് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവരെന്താണ് വയറൊക്കെ കെട്ടി അടിച്ചെന്നൊക്കെയാണ്, എന്തൊക്കെയോ ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറാണ് പറയുന്നത് എന്താണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത്, അതായത് നൂറ എന്ന് പറയുന്ന ഈ പെൺകുട്ടി എന്താണ് ഉയരങ്ങൾ കീഴടക്കേണ്ട പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ ഈ ഉമ്മ എടുത്തും വാപ്പ എടുത്തും പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിബേറ്റ്സ് സമയത്ത് അപ്പോൾ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണല്ലോ അവർ ഈ കയറ് കെട്ടിയിട്ട് അടിച്ചെന്നൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് അത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഉമ്മയും വാപ്പയും ഈ എന്താണ് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇയാൾ ഡിബേറ്റ്സിൻ്റെ കാര്യം വന്നപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്താണ്, ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തണം. അതായത് ഈ ഇങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഈ എന്താണ് നമ്മുടെ ഈ ഒരു ലൈഫ് ഇനി മുൻപോട്ട് പോകുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഈ ഉമ്മയും മാപ്പയും ആർക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഈ പയ്യന്, അതായത് ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉമ്മയും മാപ്പയും ഈ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട്. ഏതായാലും നമുക്ക് ബാക്കിയോടെ കേട്ടു വെക്കാം. ഓളൊരു കുടുംബം പോറ്റുന്ന ചെറിയൊരു കുട്ടിയാണോള്. ഓൾക്ക് കൊയങ്ങോ, ഓൾക്ക് പറയാനൊക്കെ 1000 ആൾക്കാരോളെ പിന്നിൽ അള്ളാഹുക്ക് വെച്ചിരിക്കും. കാരണം ഓൾക്ക് കിട്ടുന്ന പൈസ ഓളല്ല അനുഭവിക്കുന്നത്. ഓൾക്ക് കിട്ടുന്ന പൈസകൾ ഓളെ കുടുംബാണ് ജീവിക്കുന്നത്. ഉമ്മക്ക് അത്ര ഭാഗ്യം ചെയ്താണ് ഉമ്മ. ഇപ്പൊ ആമക്കളുള്ള കുടുംബത്ത് പോലും ആരും നോക്കുന്നില്ല മാതാപിതാക്കളെ. അങ്ങനത്തെ കാലം തന്നെ വലിയ കെട്ടില്ലെന്ന് നമ്മളത് പറയുന്നത്. ഓൾക്ക് കപ്പൊന്നും മേടിച്ച് വരണമെന്നൊന്നുമില്ല. ഓൾ ആ പ്രോഗ്രാമിലെത്തിയില്ല. അത് തന്നെ മതി നമുക്ക്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ഈ പെൺകുട്ടി ഈ ബിഗ് ബോസിൽ പോയതും അതേകൂടെ തന്നെ ഈ അവിടുന്ന് പൈസ കിട്ടുന്നതും ഈ പൈസ മേടിക്കുന്നതും ഒക്കെ ഈ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. കാര്യം നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടമല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഉമ്മായ്ക്ക് ഇഷ്ടമാണ്, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഇഷ്ടമാണ്. ഉപ്പായ്ക്ക് മാത്രമേ ഇതൊന്നും ഇഷ്ടമല്ലാത്തേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ഈ പെൺകുട്ടി കൊണ്ടുവരുന്ന പൈസ തന്നെയാണ് ഈ വീട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നത്. കാര്യം ഈ ചെറുപ്പത്തിൽ തന്നെ ഈ പെൺകുട്ടി കൊണ്ടുവരുന്ന കാശാണ് സാധാരണ ഇവരെ വീടിൻ്റെ ചിലവിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഉമ്മ പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മായ്ക്ക് അതേകൂട്ട് തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഇഷ്ടമാണ് ഈ പെൺകുട്ടി ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. പക്ഷേ ഉപ്പായ്ക്ക് മാത്രം ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഓളൊരു കുടുംബം പോറ്റുന്ന ചെറിയൊരു കുട്ടിയാണോള്. ഓൾ കൊയങ്ങോ, ഓൾക്ക് പറയാനൊക്കെ 1000 ആൾക്കാരോളെ പിന്നിൽ അള്ളാഹുക്ക് വെച്ചിരിക്കും. കാരണം ഓൾക്ക് കിട്ടുന്ന പൈസ ഓളല്ല അനുഭവിക്കുന്നത്. ഓൾക്ക് കിട്ടുന്ന പൈസകൾ ഓളെ കുടുംബാണ് ജീവിക്കുന്നത്. ഉമ്മക്ക് അത്ര ഭാഗ്യം ചെയ്താണ് ഉമ്മ. ഇപ്പൊ ആമക്കളുള്ള കുടുംബത്ത് പോലും ആരും നോക്കുന്നില്ല മാതാപിതാക്കളെ. അങ്ങനത്തെ കാലം തന്നെ വലിയ കെട്ടില്ലെന്ന് നമ്മളത് പറയുന്നത്. ഓൾ കപ്പൊന്നും മേടിച്ച് വരണമെന്നൊന്നുമില്ല. ഓൾ ആ പ്രോഗ്രാമിലെത്തിയില്ല. അത് തന്നെ മതി നമുക്ക്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ഈ പെൺകുട്ടി ഈ ബിഗ് ബോസിൽ പോയതും അതേകൂടെ തന്നെ ഈ അവിടുന്ന് പൈസ കിട്ടുന്നതും ഈ പൈസ മേടിക്കുന്നതും ഒക്കെ ഈ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. കാര്യം നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടമല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഉമ്മായ്ക്ക് ഇഷ്ടമാണ്, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഇഷ്ടമാണ്. ഉപ്പായ്ക്ക് മാത്രമേ ഇതൊന്നും ഇഷ്ടമല്ലാത്തേ ഉള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ വിഷയം ഉണ്ടാകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റൊന്നുമല്ല. കാര്യം ഈ പെൺകുട്ടി ശരിയാണ്, ഈ എന്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പയ്യനാണ് സോഷ്യൽ മീഡിയയും കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തത്. പക്ഷേ എന്താണ് ഈ പെൺകുട്ടി സമ്പാദിച്ചുകൊണ്ടിരുന്ന പൈസ ഈ വീട്ടുകാർ കൂടെ സ്പ്ലിറ്റായി പോകുന്ന ഒരു പക്ഷേ ഈ പയ്യൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടും കൂടി ആകാം ഇങ്ങനൊരു വിഷയം അവരുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. കാര്യം അതിൻ്റെ പേരിലായിരിക്കാം എന്താണ് ഈ ചിലപ്പോൾ അങ്ങനെ ആവാനുള്ളൊരു വഴിയുണ്ട്. എന്തായാലും നമുക്കതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങനെ ആകാം ഇവർ തമ്മിൽ ഡിവേഴ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു കാരണം ചിലപ്പോൾ അങ്ങനെ. കാര്യം ഈ പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്ന പൈസ ഇവരെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് ചിലപ്പം ഈ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല.
ചിലപ്പോൾ അങ്ങനെയാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈവ് സ്ട്രീമിങ്ങും അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ലൈവ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു ഗണത്തിൽപ്പെടുന്ന പെൺകുട്ടികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ വേറെ ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി തന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചിലപ്പം ഉണ്ടാക്കിയതായിരിക്കാം. നമുക്ക് സത്യാവസ്ഥ ഈ പയ്യൻ പറയുന്ന ഒരു വേർഷൻ മാത്രമാണ് നമ്മൾ കേട്ടത്. ഈ ഉമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ആ മോളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള രീതിയിലൊന്നും പോയ ഒരു മോളാണെന്ന് നമുക്ക് ഈ ഉമ്മയുടെ പറച്ചിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരാളുടെ വേർഷൻ മാത്രമേ നമ്മൾ കേട്ടുള്ളത്. ഇപ്പോൾ ഉമ്മ പറയുന്ന കാര്യം മാത്രമാണ് നമ്മൾ കേട്ടുള്ളത്. ഇനി എന്തായാലും 100 ഒരു വേർഷൻ വരുന്നുണ്ടായിരിക്കാം. അതിനുവേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പം എല്ലാ പെൺകുട്ടികളും നമ്മൾ ഒരാൾ പറഞ്ഞ് നമ്മൾ ആ ഒരു ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.